വവ്വാക്കുന്ന് ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തരുടെ അനുഭവങ്ങൾ നിരവധി പ്രാവശ്യം ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഓരോ ദിവസവും ഭക്തരുടെ ജനത്തിരക്ക് കൂടിയാണ്. ദിവസം പ്രതി അവർ വരുന്നവരുടെ കാര്യങ്ങൾ അതേ രീതി സാധിച്ചുകൊണ്ടിരിക്കുക. ദിനം പ്രതി ഓരോ അത്ഭുതങ്ങളാണ് ഉണ്ടാകുന്നത്. ഓരോരുത്തർ വരുന്നവർക്കെല്ലാം അവരവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. അവരെ വീട്ടിൽ തന്നെ അത്ഭുതങ്ങളാണ് വരുന്നത്. ആ കാര്യസാധ്യത്തിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് മാന്യമായ കാര്യങ്ങളും ഇവിടെ സാധിക്കുന്നുണ്ട്. എല്ലാം ഭഗവാന്റെ ഒരു കാരുണ്യം എന്നല്ലാതെ ഒന്നും പറയാതെ ഇവിടെ വന്ന് ആ നാമം ഉരുവിട്ട് കഴിയുമ്പോൾ ഏത് ഭക്തൻ്റെയും ഉള്ളിലെ ഏത് കഠിനമായ വിഷമങ്ങളായാലും നീങ്ങി അതിനൊരു സമാധാനവും സന്തോഷവും കിട്ടും. അവരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരവും കിട്ടുന്നത് ഭഗവാൻ നേരിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു അത്ഭുതം തന്നെയാണ്. ഞാൻ നേരത്തെ ഇവിടെ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇന്ന് കുറച്ച് നാളുകൊണ്ട് വരുന്നില്ലായിരുന്നു. പിന്നെ അമ്പലമൊക്കെ ആയിക്കഴിഞ്ഞപ്പം എന്നെ ഇവിടെ എന്തോ ഒരു നിയോഗം പോലെ എന്നെ ഇവിടെ വിളിച്ചതാണ്. എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ലക്ഷ്മി നാരായണൻ്റെ. എന്തായാലും എനിക്കിവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് വിട്ടിട്ടെങ്ങോട്ടും പോകണമെന്നുമില്ല. അതുമാത്രമല്ല, പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് നല്ല ഐശ്വര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് മനസ്സിനൊരു സമാധാനവും വീണ്ടും വീണ്ടും വരണം എന്ന് വിശ്വാസം തന്നെ. ഒരുപാട് വ്യത്യാസം പരവര് തന്നെ വളരെ ഒരുപാട് സന്തോഷം നമുക്ക് മനസ്സിന് തോന്നും. രോഗശാന്തി, കാര്യസാധ്യം, സാമ്പത്തിക ഭദ്രത, വിദ്യാഭ്യാസ വിജയം, ജോലിയിൽ ഉന്നതി, ഇവയെല്ലാമാണ് ഇവിടെ എത്തുന്ന ഭക്തരുടെ ആഗ്രഹങ്ങളും ആവശ്യം. മനസ്സിൽ എന്ത് ചിന്തിച്ചാലും ആഗ്രഹിച്ചാലും അത് നിശ്ചിത സമയത്തിൽ നടക്കുമെന്ന വിശ്വാസം ഇവിടെ എത്തിയാൽ ആദ്യം മനസ്സിൽ ഉറയ്ക്കുമെന്നാണ് ഓരോ ഭക്തരും അവരുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പറയുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്താണ് വവ്വാക്കുന്ന് ക്ഷേത്രത്തിലെ അമ്മയെന്നും ഭക്തർ ഒന്നടങ്കം പറയുന്നുണ്ട്. അറിഞ്ഞും കേട്ടും അന്വേഷിച്ച് കണ്ടെത്തി ഇവിടേക്ക് എത്തിയതാണ് അധികം പേരും. ഞാനിവിടെ അടുത്തുനിന്ന് തന്നെയാണ് വരുന്നത്, ഭൂതക്കുളം. ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത് ഇവിടെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ വഴിയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ചാനൽ വഴിയൊക്കെ. അങ്ങനെ കണ്ട് വന്ന് എൻ്റെ മോള് പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് പ്രധാനമായിട്ട് 2 ആവശ്യങ്ങളുണ്ട്. അങ്ങനെ ഒരു മനസ്സിന് വളരെ ഒരു നല്ലൊരു ശാന്തിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു അനുഗ്രഹം ഉള്ള അമ്പലമാണെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ അനുഭവം ഒരുപാട് ആൾക്കാർക്ക് എല്ലാ അത്രയും അനുഭവങ്ങൾ പറയുന്നുണ്ട്. നല്ല വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട്. ഞാനൊരു എനിക്ക് സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട്. അത് ഏകദേശം 1.5 ലക്ഷം രൂപ കൊണ്ടേ പോവുള്ളൂ. PRSലാണ്. അസുഖം ഇപ്പോഴും വന്നു. അത് തനിയെ വെളിയിൽ പോയി, തനിയെ പുറത്തു പോയി. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ്. വിശ്വാസത്തിൻ്റെ പുറത്താണ് വന്നത്. ഞാൻ വേറെ ഒരു ക്ഷേത്രത്തിലെ ആളായിരുന്നു. കരിങ്കുളം ഭദ്രകാളി ക്ഷേത്രം. അവിടെയാണ് എൻ്റെ സ്ഥലം. താമസിക്കുന്ന ആൾക്കാരുടെ. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം കണ്ട് അങ്ങനെയാണ് ഈ യൂട്യൂബിൽ കണ്ടത്. ഭാഗമായിട്ട് ഇവിടെ വന്ന് പൂജ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ചൈതന്യവും ആ കടത്തിനായാലും മറ്റ് ഐശ്വര്യത്തിനായാലും ഉള്ള കുറവുകളൊക്കെ പരിഹരിക്കപ്പെടും. അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. ഭഗവാന് നെയ്വിളക്ക് അതുപോലെ തന്നെ തുളസിമാലയും വയ്ക്കുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ലക്ഷ്മിക്കും നാരായണനും നമ്മൾ ഹൃദയം സമർപ്പിക്കുമ്പോൾ അല്ലെ മനസ്സ് സമർപ്പിക്കുമ്പോൾ തന്നെ പ്രത്യുപകാരം കിട്ടുന്നൊരു പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദൈവങ്ങളാണത്. എന്താവശ്യങ്ങളും ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമാകുന്ന ഒരിടം, ലക്ഷ്മി നാരായണ പ്രതിഷ്ഠയുള്ള ഒരമ്പലം. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് പുറകുവശത്തായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിന് സമീപത്താണ് അപൂർവങ്ങളിൽ അപൂർവമായ ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വവ്വാക്കുന്ന് ക്ഷേത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ലക്ഷ്മി നാരായണ പൂജയിൽ പങ്കുചേർന്നവർക്ക് ഒരിക്കലും പിന്നീട് വിഷമം നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് ഓരോ ഭക്തരുടെയും അനുഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ കൊല്ലം അല്ല, ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. 4-5 പ്രാവശ്യം വന്നായിരുന്നു. എൻ്റെ ഒരു മോൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. എന്തായാലും അത് ഇവിടുത്തെ ഒരു ഇതുകൊണ്ട് ഡയറക്റ്റായിട്ടുണ്ട്. വിശ്വാസമുണ്ട്. വിശ്വാസം കൊണ്ടാണ് നമ്മൾ വന്നത്. നമ്മളിങ്ങനെ TV-യിലും മറ്റേ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. കണ്ടങ്ങനെ വന്നേ. പ്രാവശ്യമോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം അത്യാവശ്യം നമ്മളെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാം എന്നൊരു വഴിയുണ്ട്.
വ്യാഴം, വെള്ളി, ഞായർ, ചൊവ്വ ദിവസങ്ങളിൽ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ നടക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആഗ്രഹ സഫലീകരണത്തിന് പേരുകേട്ട ഈ അമ്പലത്തിൽ പ്രധാന വഴിപാടുകൾ നടത്തി ഫലം നേടിയവർ വീണ്ടും ഇവിടേക്ക് എത്തുന്നതും അതേ വിശ്വാസം മനസ്സിൽ പതിഞ്ഞതുകൊണ്ട് തന്നെയാണ്. പാരിപ്പള്ളി.